അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ പോകുന്ന സമയത്ത് ഖുറൈശികൾ പറഞ്ഞു, എടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായും കൂടെ പോടാ, നീയും നിന്റെ അള്ളായും കൂടെ പോകാൻ പറഞ്ഞപ്പോ അവര് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ആ മക്കത്ത് ഉപേക്ഷിച്ച് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടി അവര് പോയി. അതാണ് സഹാബത്ത്, അതാണ് നമ്മുടെ മുൻഗാമികൾ. നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നു, പടച്ചോനെ എല്ലാം പോവല്ലോ അല്ല, ജയിലിൽ കൊണ്ടിടുവല്ലോ അല്ല, നമ്മൾ പേടിച്ചോണ്ടിരിക്കുക. എപ്പോഴേ അല്ല ചോദിച്ചെന്തെന്നറിയോ? അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് നീ കരുതിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? ഇല്ല മനുഷ്യ. അല്ലാഹ് പറഞ്ഞു, ഇല്ലടാ, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും. ആ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചാലേ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക, നമ്മുടെ ഈമാൻ നമ്മൾ ഉറപ്പിക്കുക. അതല്ലാതെ ഇനി തലകുത്തി പറഞ്ഞാലും ഇതൊക്കെ ഇവരിവിടെ പാസ്സാക്കും. ഇതൊക്കെ പാസ്സാക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലഘട്ടം വരുമെന്ന് മുത്തുനബി പഠിപ്പിച്ചല്ലോ. അതിന്റെ തുടക്കമാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ ഈമാൻ ഉറപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങിപ്പോകുന്ന വഴിയിൽ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? വരുന്നുണ്ട് നബിയെ. രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി. നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ചിട്ട് കിടന്നുറങ്ങുകയാ. കുറെ കഴിഞ്ഞപ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ വിറയ്ക്കുമ്പോൾ മുത്തുനബി ചോദിച്ചു, എന്തു പറ്റി അബൂബക്കറെ? നബിയേ, നമ്മളിരിക്കുന്ന ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നബിയെ, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ദാ ഈ ഗുഹയ്ക്ക് തടിക്കുകയാ. അവനെങ്ങാണം കാലിലേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ദോണ്ടി ഗുഹയ്ക്കകത്ത് അടിക്കുന്ന നബിയെ, അവനെങ്ങാണം അവന്റെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും പിടിക്കുമല്ലോ നബിയെ. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കണേ? എന്തേ നബിയെ ചിരിക്കുന്നേ? അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത, അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ?